കരിമീൻ കുഞ്ഞുങ്ങളെ ഇതുപോലെ തൊട്ടടുത്ത് നിരീക്ഷിക്കാൻ ഗ്ലാസ് അക്വേറിയത്തിൽ വളർത്തിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതാ അടുത്ത് ചെല്ലുമ്പോഴേക്കും അങ്ങ് നീങ്ങി പോകുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഫോക്കസിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. പതുക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ, അല്ലെങ്കിൽ വേഗത്തിൽ നീക്കിയാൽ ഒരുപാട് ബ്ലറായി പോവും. അവരുടെ സ്പീഡ് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കുറച്ച് കൂടുതലാണ്. പക്ഷെ എന്നാലും ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഫോക്കസിൽ നിന്ന് പോകുന്നുമുണ്ട്. ചില സമയത്ത് ഫീൽഡിലോ ഒന്നുമില്ലാതെ കരിമീനൊന്നും ഇല്ലാതെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം വലുപ്പമായി തുടങ്ങി, ഒരു 3 ഇഞ്ചൊക്കെ വലുപ്പം ഉണ്ടാവും തോന്നുന്നുണ്ട്. കുറച്ച് മാസങ്ങളായി, വളരെ പതുക്കെ വളരുന്നുള്ളൂ. എന്നാലും രസമാണ് കാണാൻ, ഇങ്ങനെ നോക്കിയിരുന്ന് കാണാൻ. ഇതാ നമ്മളെ തന്നെ നോക്കി നിൽക്കുന്ന പോലെ തോന്നുമ്പോൾ അതിൻ്റേതായ ഒരു രസമുണ്ട്. ഇത് കുറച്ചുകൂടെ മാഗ്നിഫൈ ചെയ്ത് എടുത്തതാണ്. പക്ഷേ പൊസിഷൻ ഇടയ്ക്ക് മാറ്റേണ്ടി വരുന്നതുകൊണ്ടും ദൂരം മാറുന്നതുകൊണ്ടും വലിയ മാഗ്നിഫിക്കേഷൻ കാണില്ല. മത്സ്യങ്ങൾ കുറച്ച് ദൂരത്തേക്ക് മാറിപ്പോകുമ്പോൾ മാഗ്നിഫിക്കേഷൻ താനെ കുറയുമല്ലോ. എന്നാലും തിരക്കില്ലാതെ വരകളൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട്. വരയാണല്ലോ കരിമീനിൻ്റെ പ്രത്യേകത. ശരീരത്തിന് കുറുകെയുള്ള ആ വരകളാണ് നമുക്കത് കരിമീനാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കി തരുന്നത്. സ്പീഡ് കൂടുതലാണ്. മാഗ്നിഫിക്കേഷൻ കൂടുമ്പോൾ ഫോളോ ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. കാരണം ചെറിയ സ്പീഡ് പോകുമ്പോൾ തന്നെ ഇരട്ടി സ്പീഡുള്ള പോലെ ആവുമല്ലോ. അപ്പോൾ ഫോക്കസിൽ നിന്ന് പോകും, ഫീൽഡിൽ നിന്ന് പോകുന്നു. പക്ഷെ എന്നാലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണുന്നുണ്ട്, നല്ല രസമുണ്ട്. അതിൻ്റെ ഫിൻസൊക്കെ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ നീന്തണ കാണാൻ. ഈ ഒരു കാര്യത്തിനാണ് ഞാൻ പ്രധാനമായിട്ടും മത്സ്യം വളർത്തുന്നത്, അവരെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്.